ആ ചോദിച്ചാൽ മതി മന്ത്രിസഭയോട്. അല്ല ഞാനങ്ങനെ പറയാം, ഇതെല്ലാം ഗവൺമെൻറ് ഔദ്യോഗിക തീരുമാനമല്ലേ. ഔദ്യോഗികമായിട്ട് തീരുമാനിക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ടല്ലേ ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിരുന്നതാ ചോദിക്കണം അവരോട്. അതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ധാരണാപത്രത്തിൽ അല്ല, ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ ചർച്ച ചെയ്യാണ്ടിരിക്കുക ഒരു ദിവസം സുപ്രഭാതത്തിലാണോ? ഒരുപാട് കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞില്ല എന്നാണ്. അതിനിപ്പോൾ ഒരു ഉത്തരം ഞാൻ പറയുന്നില്ല. ആയിക്കോട്ടെ, ഞാൻ ഇരുട്ടിലോ വിളിച്ച് കഴിക്കുന്ന അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ളൊരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞല്ലോ. ശരി, അല്ല, തളിപ്പറമ്പിലുള്ള ആൾക്കെങ്കിൽ വരാൻ അവിടെ തന്നെ നിൽക്കാനാ പോയത്. തളിപ്പറമ്പിലേക്ക് ആരോട് മധ്യസ്ഥ പറയാനാ? എന്തിനീ? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തടിസ്ഥാനത്തിലുള്ള മധ്യസ്ഥ? അത് മധ്യസ്ഥം എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാ? ഇതെല്ലാം മധ്യസ്ഥം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമാണോ? ഇതെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട്, അഖിലേന്ത്യാ നേതാവ് ഇടപെടുന്നുണ്ട്, ഞാൻ ഇടപെടുന്നുണ്ട്, എല്ലാവരും ഇടപെടുന്നുണ്ട്. ഈ ഇടപെടുന്നത് ഇന്ന ഈ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഈ കാലത്ത് ആരെങ്കിലും പറയുമോ? നിങ്ങളെല്ലാം ഇപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരാൾക്ക് തളിപ്പറമ്പിലുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇടപെടാൻ പറ്റില്ലേ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളപ്പോഴും ഇടപെടാൻ പറ്റുന്നതല്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ. പിന്നെ ഇമാതിരിയുള്ള ചോദ്യമൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. തളിപ്പറമ്പിൽ അത് ഇവിടെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വെള്ളത്തിൽ ഇവിടെ തന്നെ ചെയ്യണം. ഇല്ല, ഞാൻ ആദ്യം മുതലേ മൂന്ന് ഘട്ടത്തിലായിട്ട് ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ഘട്ടത്തിൽ ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മൂന്നാം ഘട്ടത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പോകും എന്നാണ് ആദ്യത്തെ നിങ്ങളുടെ വലിയ വാർത്ത വന്ന മുതൽ 2-3 പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. ആ 3 പ്രാവശ്യം പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചത്. യെസ്. ആര് അത് എല്ലാം ഒരുക്കം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങളിന്ന് സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റ് എല്ലാം ചേർന്നു. ഞങ്ങളുടെ എല്ലാ ഒരുക്കം പൂർത്തിയായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുന്നോട്ടേക്ക് വരും.